കാത്തിരിക്കുന്നത് നിങ്ങളോട് നമ്മുടെ പ്രിയ താരം സംസാരിക്കുന്നതിനാണ്. സോ വെൽക്കം ടു കൊല്ലം മംത ആൻഡ് ഓവർ ടു യു. കൊല്ലത്തേക്ക് വീണ്ടും വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് എത്രയോ പരിപാടികൾ വന്നിട്ടുണ്ട്. കൊല്ലം ഒരു പുതിയ സ്ഥലമല്ല. വീണ്ടും കൊല്ലക്കാരെ ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് കാണുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നും പറയുന്നത് പോലെ തന്നെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും എന്താണ് പോസിറ്റീവ് ക്രിറ്റിസിസം തന്നതിനും എന്നെ വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ വന്ന് കാണാനുള്ള ഒരു പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന ജനത്തിന് എന്നും എൻ്റെ കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി ഓപ്പണിംഗ് ഡേ അല്ലാന്ന് ഇപ്പോഴാണ്. നാളെ തൊട്ട് ഈ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എക്വേറിയം പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞാൻ എക്വേറിയമിൻ്റെയും ഈ ടെക്നോളജിയുടെ ഒക്കെ വലിയൊരു ഫാനാണ്. എല്ലാവരും ഫാനല്ലേ അല്ലേ? AI എന്നൊരു യുഗം, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടും നിയന്ത്രിക്കാൻ പോകുന്ന ഒരു പക്ഷേ മേ ബി ഈവൻ ഹ്യൂമൻ ഇന്റലിജൻസിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു യുഗം ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു തുമ്പ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മറ്റേ പരിസരത്തിൽ പറഞ്ഞ പോലെ എന്താണ് റോബോട്ടിക് നായ്ക്കുട്ടികളും പിന്നെ പലതരത്തിലുള്ള റോബോട്ടിക് എക്വിപ്മെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. എനിക്കിപ്പോൾ ഒരു പക്ഷേ കാണാനുള്ള എനിക്ക് കാണാൻ പറ്റില്ലേ? എനിക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. സോ ഐ വിൽ ബി ഏബിൾ ടു സീ ഇറ്റ് ബിഫോർ ഓൾ ഓഫ് യു. ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. പോരാത്തതിന് വേറൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് ഫിലിപ്പൈൻസിലൊക്കെ നടക്കുന്നത് പോലെ എന്താണ് ലൈവായിട്ട് മേർമെയ്ഡ് മത്സ്യകന്യക കാണാൻ പറ്റുമെന്ന് പറയുന്നു. നമ്മളെപ്പോഴും മത്സ്യകന്യക എന്ന് പറയുമ്പോൾ നല്ലൊരു ഭയങ്കര ലിറ്റിൽ മേർമെയ്ഡ് എന്ന് പറയുന്ന കാർട്ടൂൺ ഉണ്ടായിരുന്നു ഞാൻ വളരുന്ന സമയത്ത്. ഇന്നത്തെ കുറേ കുട്ടികൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവും. വലിയൊരു ലിറ്റിൽ മേർമെയ്ഡ് ഫാനായിരുന്നു. മേർമെയ്ഡ് പോലെ ബോഡി വേണം, അതുപോലത്തെ ഒരു സ്കേർട്ട് വേണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. സോ ഐ ആം വെരി എക്സൈറ്റഡ് അബൌട്ട് വാട്ട് ഐ ആം ഗോയിങ് ടു സീ ഇൻസൈഡ്. പിന്നെ എനിക്ക് എന്തോ ഒരു എക്വേറിയം കാണുമ്പം നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മത്സ്യജീവി ഏതെങ്കിലും യുണീക്ക് ആയിട്ടുള്ള മത്സ്യജീവി എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയ എല്ലാവരും സോഷ്യൽ മീഡിയ ഇഷ്ടംപോലെ സമയമുണ്ട്. എങ്ങനെ നിങ്ങൾ നോക്കുന്നത്? Are there any fishes that you really like? And the favorite jellyfish. Love it. I love jellyfish. It's very dangerous. എനിക്ക് സ്റ്റിംഗ്റേസ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് വിചാരിക്കാറുണ്ട് സ്റ്റിംഗ്റേസ് എന്താണ്? ബിക്കോസ് സ്റ്റിംഗ്റേ എന്നും കാണാറുണ്ട്. സ്റ്റിംഗ്റേസിന്റെ ബോട്ടം പാർട്ട് പിന്നെ സീ ഹോഴ്സസ് അല്ലേ? ഇവിടെ സീ ഹോഴ്സസ് ഉണ്ട്. സീ ഹോഴ്സസിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സാരി ഉള്ള പോലെ നല്ല ഫെദർ കണ്ടി ലേസർ കട്ടുള്ള സാരി ഉള്ള പോലെ അല്ലേ? നിങ്ങളുടെ ഇമാജിനേഷന്റെ ഒരു ആഴം ഇത്തരത്തിലുള്ള വേദികൾ ഇനിയും ഇനിയും തുറക്കും, എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. യു ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ടു സീ ദിസ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, നിങ്ങൾ പല രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും വന്ന് എൻജോയ് ചെയ്ത് ഫാമിലീസിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുത്ത് അവരുടെ ഇമാജിനേഷൻ നിങ്ങൾ ഇനിയും ഗ്രോ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനൊരു സാധനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും വരൂ. നാളെ മുതൽ നിങ്ങളുടെ ഫാമിലീസിലൂടെയും കുട്ടികളുടെയൊക്കെ വരൂ, എൻജോയ് ചെയ്യും. ആൻഡ് ഇവിടെ വന്നത് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ താങ്ക് ദി ടീം ബിഹൈൻഡ് ദി ഓഷൻ ഫോർ ഹാവിംഗ് ബ്രോട്ട് മീ ഹിയർ. ഓക്കെ, എല്ലാവരും മഹാരാജ കണ്ടോ? ഇഷ്ടമായോ? താങ്ക് യു ഫോർ വാച്ചിങ് മഹാരാജ. കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ് ഉണ്ട്, പക്ഷേ എന്നൊന്നും പറയുന്നില്ല.
ഒരു പക്ഷെ മാരക പാർട്ടി ഉണ്ടാവും കേട്ടോ. സോ അന്ന് തീർച്ചയായിട്ടും കാണുക. വേറെ ഒന്നുമില്ല, ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലും Oh my God, എനിക്ക് മാത്രമുണ്ട് 3 countries വരണമെന്ന്. അങ്ങനെ പ്ലാനുണ്ട്. പക്ഷെ നിങ്ങൾ വേറെ കുറേ അതിലൊക്കെ കുറച്ച് ആൾക്കാർ ശരിയാക്കുന്നില്ല. അല്ലാണ്ട് 3 countries ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പം ഞാൻ കണ്ണൂരിലൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രദർ സിസ്റ്റർ സ്റ്റോറിയാണ് ചെയ്യുന്നത്. ഫീമെയിൽ ഓറിയന്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് ആ സിനിമയിൽ ചെയ്യുന്നത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അതുപോലൊരു ലുക്കിൽ എന്നെ തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. സോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് ചെയ്യുന്നത്. പക്ഷെ തമിഴിലായിപ്പോയത് മാത്രമാണ്, മലയാളത്തിലല്ല. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഭയങ്കര സ്ട്രെയിനാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയും കാണാമല്ലോ അടുത്ത പരിപാടിയൊക്കെ വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു സോ മച്ച്. നമുക്ക് വേണ്ടി പാടുന്നത് ഞാൻ തന്നെ എവിടെങ്കിലും കാണും. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്കായിട്ടുള്ള പ്രസന്റ് ചെയ്യുന്ന കടൽക്കടിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ റോബോട്ടിക് വിസ്മയവും ഇന്ന് പ്രിയപ്പെട്ട കൊല്ലംകാർക്ക് വേണ്ടി നമ്മുടെ പ്രിയ താരം മമത മോഹൻദാസ് ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. ഒന്ന് അറിയാൻ വേണ്ടി